ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗിലേക്ക് സ്വാഗതം. ഐശ്വര്യയാണേ ഹസ്ബൻഡിനെ കോഴിക്കോടാണ് ജോലി കേട്ടോ. അപ്പോൾ ആൾ വരുമ്പോഴത്തേ ആഴ്ച വരാറുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് മിഠായി തെരുവിലൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇരിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വില കുറവുള്ള സമയത്ത് അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വരാറുണ്ട്. അപ്പോൾ സ്ട്രോബെറിയൊക്കെ ഇവിടെ 140 രൂപ 180 രൂപയൊക്കെ കൊടുക്കണം. പക്ഷേ അവിടെ 60 രൂപയേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. 2-3 ചീഞ്ഞ് പോയി. ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ എങ്ങനെ കൊടുത്താലും കഴിച്ചോളും. അതിൻ്റെ കൂടെ വാങ്ങിയതാണ് ഈ ലോഗൺ ഫ്രൂട്ട് കൂടി. പക്ഷേ ലോഗൺ ഫ്രൂട്ട് ഈ റംബൂട്ടാൻ പോലെയാണെന്ന് കരുതി രണ്ടുപേരും കഴിച്ചതാണ്. പക്ഷേ രണ്ടുപേർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒറ്റ ഇരിപ്പിന് കുത്തിയിരുന്ന് മൊത്തവും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലോഗൺ ഫ്രൂട്ട്. നമ്മൾ റംബൂട്ടാൻ പോലെയൊന്നും അല്ല, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ്, നന്നായിട്ട് ഇളകി വരും. ആ രണ്ട് കുരുവെടുത്ത് നട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ, ഇനി പിടിക്കുമെന്നോന്നറിയാൻ. അതിനുശേഷം ഞാനും മോനും കൂടെ ക്രിക്കറ്റ് കളിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോളൊക്കെ കാണാതെ പോയി. പിന്നെ തപ്പിയെടുത്തുകൊണ്ടൊക്കെ വന്നു. അതിനുശേഷം ഞങ്ങൾ താളന്ന് വീടിൻ്റെ സൈഡിൽ ഒത്തിരി മുള നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുളയുടെ കുറച്ച് കൊച്ചു കമ്പുകളൊക്കെ ചേട്ടൻ വെട്ടി കളഞ്ഞു. ഇല്ലെങ്കിൽ അത് മൊത്തം കാടാവുന്നുണ്ട്, പടർന്ന് പന്തലിച്ച് അതിൻ്റെ ഇലകളൊക്കെ താഴെ വീണ് എല്ലായിടും വൃത്തിയിടായി. അങ്ങനെ കുറേയൊക്കെ നമ്മൾ കത്തിച്ച് കളഞ്ഞു. അപ്പോഴത്തേക്ക് മോള് പോയി സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. മോനാണെങ്കിൽ 2 വെള്ളക്കി എടുത്ത് പ്ലാവലി എടുത്ത്, പണ്ട് കാളവണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വലിച്ചുകൊണ്ട് പോകുമായിരുന്നല്ലോ നമ്മളൊക്കെ, അതേപോലെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. വെറുതെ ഒരിടത്ത് ഇരിക്കുന്നത് ഭയങ്കര ബോറടിയാണ് ആ കേട്ടോ. അതിനുശേഷം ഞങ്ങളെ മേത്തൊക്കെ പൊടിയായിട്ട് എല്ലാവരും പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് മോൻ പറഞ്ഞ മുളകിൻ്റെ ചോട്ടിലൊരു തേങ്ങ കിടപ്പുണ്ട് അമ്മയെന്ന് പറഞ്ഞ് അതെടുത്തുകൊണ്ട് വന്നു. അനിയത്തിക്ക് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞാണ് വരുന്നത് ആൾ. അവനത്ര ഇഷ്ടമല്ല ഞൊങ്ങൊന്നും കേട്ടോ. തേങ്ങ വെള്ളം കുടിക്കും, കരിക്കുവെള്ളമൊക്കെ കുടിക്കും, പക്ഷേ ഞൊങ്ങ് അത്ര ഇഷ്ടമല്ല. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൻ അനിയത്തി എന്നാണ് മോനെ വിളിക്കുന്നത് കേട്ടോ. അല്ലാതെ പേരും ഒന്നുമല്ല വിളിക്കുന്നത്, അനിയത്തി എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോഴേ. നമ്മൾ അപ്ലിക്കേറ്റൊക്കെ പോകുന്ന സമയത്ത് ഇവ ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ചോദിക്കുക എന്താണ് മോൻ അങ്ങനെ അനിയത്തി എന്ന് വിളിക്കുന്നത്. എന്താണെന്നറിയത്തില്ല, കൊച്ചിലെ അങ്ങനെയാണ് വിളിച്ച് ശീലിച്ചത്. അനിയത്തിയുടെ മോനെ അനിയാന്നും വിളിക്കാറുണ്ട് കേട്ടോ. അനിയനും അനിയത്തി അങ്ങനെ വിളിക്കുന്ന, അവരെ പേര് വിളിക്കാറില്ല. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെ എല്ലാവരും പേര് വിളിക്കാറുണ്ട്. ഞാൻ അവസാനം കമ്പിപ്പാരയിൽ എങ്ങനെയെങ്കിലും പാര പൊട്ടിയിരിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും കുത്തി പൊതിച്ചെടുത്തു. എനിക്കങ്ങനെ പൊതിക്കാനൊന്നും അറിയത്തില്ല. എങ്കിലും കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ ചെയ്ത് അപ്പോഴേ ഒരു ഇതായി, അങ്ങനെ അങ്ങ് പൊതിച്ചതാണ്. മക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പം വെള്ളവും നല്ല വെള്ളമായിരുന്നു കേട്ടോ. കുറേയൊക്കെ കളഞ്ഞു പോയി. വെട്ടി പൊതിച്ചെടുത്തപ്പോഴും കുറച്ച് മോന് കുടിക്കാൻ കൊടുത്തപ്പോഴും കുറേയൊക്കെ കളഞ്ഞു. മോള് കളയാതെയൊക്കെ കുടിച്ചു. നമ്മളിങ്ങനെ തേങ്ങയിൽ അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് പിള്ളേർക്ക് ഇഷ്ടം. അവരങ്ങനെയാകുമ്പോൾ അവർ കുടിച്ചോളും കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കുടിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെ ആരുമില്ല, എല്ലാവരും ഗ്ലാസ്സിലൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് ചുണ്ടിൽ തട്ടിക്കൂടാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കുന്നതേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കാറ്. തേങ്ങ പൊട്ടിച്ചിട്ട് അത് ഗ്ലാസ്സിൽ ഒഴിക്കാൻ മെനക്കെടാറില്ല. ഇങ്ങനെ തന്നെ ഇവർ കുടിച്ചോളും. അവർക്ക് ആ തേങ്ങയുടെ അതിലൂടെ അങ്ങനെ ചുണ്ട് തട്ടിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം. മോളുടെ സന്തോഷം കണ്ടില്ലേ. അവർക്ക് അങ്ങനെ ഒരു ആ ടേസ്റ്റാണ് ഇഷ്ടം. ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ അത്ര കൊള്ളൂല എന്ന് പറയും. കഴുക്ക് വെള്ളമായാലും കുടിക്കും. അതിനുശേഷം ആ ഞൊങ്ങ് എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ ഭയങ്കര ഇഷ്ടത്തോടെ കഴിയുന്നു. ഭയങ്കര ഇഷ്ടമാണ് ഞൊങ്ങ്. നല്ല ഇതിൽ കഴിക്കും. ഓക്കെ, താങ്ക് യു. ഇത്രയൊക്കെയുള്ള എൻ്റെ വ്ളോഗ് കേട്ടോ. ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ.